അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വർദ്ധിച്ച സംഘം അള്ളാഹുവിന് കൂടുതൽ പ്രിയങ്കരമാണ് എന്ന സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സംഘത്തോടു കൂടിയുള്ള ജമാഅത്ത് നിസ്കാരം ചെറിയ സംഘത്തിലായുള്ള ജമാഅത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. എന്നാൽ ചില കാര്യങ്ങൾ വലിയ ജമാഅത്തിനേക്കാൾ ചെറിയ ജമാഅത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറിയ ജമാഅത്തിനായിരിക്കും പ്രാധാന്യം. ആ കാര്യങ്ങൾ: ഒന്നാമത്തത്, വലിയ ജമാഅത്തിൻ്റെ ഇമാം ബിദ്അത്തുകാരനാവുക, പുത്തൻവാദിയാവുക. 2, ഇമാം അദർബിയാവുക, അത് തെറ്റിദ്ധാരണ കൊണ്ടാണെങ്കിലും ശരി. 3, ഇമാം നമ്മുടെ മദ്ഹബിൽ ഷർത്തോ ഫർളോ ആയ കാര്യത്തിൻ്റെ അനിവാര്യത വിശ്വസിക്കാത്ത അന്യ മദ്ഹബുകാരനാവുക. 4, ചെറിയ സംഘത്തിൻ്റെ പള്ളി, അതിൻ്റെ നിലം അല്ലെങ്കിൽ നിർമ്മാതാവിൻ്റെ ധനം ഹലാലാണെന്ന് ഉറപ്പുണ്ടായിരിക്കുക. വലിയ പള്ളിയുടെ ധനം ഹലാലാണെന്ന്, ആ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ ധനം ഹലാലാണെന്ന് ഉറപ്പില്ല. പക്ഷേ ചെറിയ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ ധനം ഹലാലാണെന്ന് ഉറപ്പുണ്ട്. അങ്ങനെ വന്നാൽ ചെറിയ പള്ളിയാണ് അഫ്ദൽ. 5, വലിയ ജമാഅത്തിന് പോകുന്നത് കൊണ്ട് പള്ളിയിലെ ജമാഅത്ത് മുടങ്ങിപ്പോവുക. അപ്പോൾ ചെറിയ ജമാഅത്താണ് ഏറ്റവും ശ്രേഷ്ഠം. 6, ചെറിയ സംഘത്തിൻ്റെ ഇമാം അറിവ് പോലുള്ള യോഗ്യത നിമിത്തം ഇമാമത്തിന് ഏറ്റവും അർഹനായിരിക്കുന്നു. 7, ജനക്കൂട്ടത്തിൻ്റെ ആധിക്യം നിമിത്തം വലിയ ജമാഅത്തിലെ ഇമാമിൻ്റെ പാരായണം കേൾക്കാതിരിക്കുക. ഈ രൂപങ്ങളിലെല്ലാം ചെറിയ ജമാഅത്താണ് ശ്രേഷ്ഠമെന്ന് ഫത്ഹുൽ മുഈനിൽ കാണാവുന്നതാണ്.